പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ശ്ലീഹ കാലത്തിന്റെ രണ്ടാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ചയാണിന്ന്. പരിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. സ്വയം പരിത്യജിച്ച് ഈശോയെ അനുഗമിക്കുവാനുള്ള വിളിയാണ് ഇന്നത്തെ സുവിശേഷം. ഈശോ പറയുന്നു, സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. ഈശോ നമ്മളോട് പ്രത്യേകമായി പറയുന്നത്, നമ്മുടെ അനുദിന ജീവിതത്തിൽ സ്വന്തം കുരിശെടുത്ത് ഈശോയെ അനുഗമിക്കുവാനും അതുപോലെ തന്നെ ഈ ലോകത്തിന്റെ കാര്യങ്ങളെക്കാൾ വലുതായി ആത്മാവിന്റെ കാര്യങ്ങളെ ഏറ്റവും വലുതായി ചിന്തിക്കാനും കാണാനുമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോയെ ഏറ്റുപറയുവാനും ഈശോ ഇവിടെ ആഹ്വാനം ചെയ്യുന്നു. അതിനൊരാൾക്ക് സാധിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയും പ്രേരണയും കൊണ്ട് മാത്രമാണ്. ഈ ശ്ലീഹ കാലത്തിൽ ഈശോയെ ഏറ്റുപറയുവാനും സ്വന്തം കുരിശുകൾ പരാതി കൂടാതെ എടുക്കുവാനും പരിശുദ്ധാത്മാവിന്റെ ശക്തി കിട്ടാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും നമ്മൾ അർപ്പിച്ച് സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാനയിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ആ ദിവസത്തേക്ക് തീർച്ചയായും നമ്മൾ കടന്നു വരുന്നത്. ഈശോ ഇന്ന് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന സുപ്രധാനമായ ഒരു ചോദ്യമുണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ. അതുകൊണ്ട് മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ചോദ്യമാണ്. എന്തൊക്കെ ഈ ലോകത്തിൽ നേടിയാലും എന്തിൻ്റെയൊക്കെ പിന്നാലെ പാഞ്ഞാലും അതെല്ലാം ഉപേക്ഷിച്ച് ഒരു നാൾ ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടി വരുമ്പോൾ ഈ ചോദ്യം മാത്രം അവശേഷിക്കും. മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്ന ഒരു ആത്മാവിനെ പിടിച്ചു നിർത്താൻ ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും സമ്പത്തിനോ ബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ മറ്റ് ഭൗതികമായ കാര്യങ്ങൾക്കോ സാധിക്കുമോ? അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓരോന്നും ചെയ്യുമ്പോൾ മുഴങ്ങേണ്ട ചോദ്യം ഇതാണ്: എൻ്റെ ആത്മാവിന് പകരമായി കൊടുക്കാൻ പറ്റുന്ന എന്ത് കാര്യമാണ് ഈ ലോകത്തിൽ എനിക്കുള്ളത്? നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ പാപവും ഈ ആത്മാവിന്റെ ശോഭ കെടുത്തുകയും ഓരോ വലിയ പാപവും ആത്മാവിനെ തന്നെ നശിപ്പിക്കുകയും ചെയ്യും. വിശുദ്ധ അഗസ്തീനോസിന്റെ വാക്കുകളിൽ മരണം എന്നത് ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടുന്ന ഒരു കാര്യമല്ല, മറിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നതാണ് യഥാർത്ഥ മരണം. ഇന്ന് ഈശോ ചോദിക്കുന്നു, മനുഷ്യൻ ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? പാപത്തെ അകറ്റി നിർത്താൻ ഈ ചിന്ത നമ്മളെ സഹായിക്കട്ടെ. ഓരോ ചെറിയ പാപവും ആത്മാവിന്റെ ശോഭ കെടുത്തുമെന്നും ഓരോ വലിയ പാപവും ആത്മാവിനെ തന്നെ നശിപ്പിക്കുമെന്നും ഇന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവ മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. പാപം ചെയ്യുമ്പോൾ ഛായ നിലനിൽക്കുന്നു, പക്ഷെ സാദൃശ്യം, ദൈവത്തിന്റെ വിശുദ്ധിക്ക് തുല്യമായ അവസ്ഥ, സാദൃശ്യം നഷ്ടപ്പെടുന്നു. നമുക്കൊരിക്കലും പാപം ചെയ്ത് ദൈവവുമായുള്ള വിശുദ്ധിയിലായിരിക്കുന്നതിൻ്റെ സാദൃശ്യം നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മൾ എപ്പോഴും അങ്ങനെ ആയിരിക്കാനായി നമുക്ക് പരിശ്രമിക്കാം. സ്വന്തം ആത്മാവിന് പകരമായി ഈ ലോകത്തിൽ ഒന്നും കൊടുക്കാനില്ല എന്ന ചിന്ത നമ്മുടെ ആത്മാവിൻ്റെ കാര്യങ്ങൾക്കും ദൈവിക കാര്യങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ജീവിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ഈ ആത്മാവിൻ്റെ വിലയ്ക്ക് പകരമായി മറ്റൊന്നും ഈ ലോകത്തിലില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആത്മീയ കാര്യങ്ങൾ, അങ്ങയുമായുള്ള ദൈവവുമായുള്ള ബന്ധം ഏറ്റവും വലുതാണെന്ന് മനസ്സിലാക്കി മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതലായി ഞങ്ങൾ വ്യയം ചെയ്യുന്ന സമയം ഒഴിവാക്കി ദൈവിക കാര്യങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും പ്രാധാന്യമുണ്ടാകുവാനും ആ ബന്ധം നിലനിർത്തുന്ന രീതിയിൽ ഞങ്ങൾക്ക് എപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കുവാനും പാപത്തെ ഒഴിവാക്കി നിർത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.